ഹേ ഗായ്സ്, അങ്ങനെ ക്രിയേറ്റീവ് സ്ക്വാഡിൻ്റെ രണ്ടാമത്തെ മാച്ചാണ് നടക്കാൻ പോകുന്നത്. മാൻഷാക്ക് എന്ന് പറഞ്ഞ ടീമായിട്ടാണ്. അപ്പോൾ നമുക്കിതൊരു മസ്വിൻ കളിയാണ്. ഒരു പൂളിൽ 2 മാച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മാച്ചാണ്. നമ്മൾ ഈ കളി ജയിച്ചാൽ നമ്മൾ സെമി ഫൈനലാണ്. അല്ലെങ്കിൽ തന്നെ തോറ്റാലും നല്ല മാർജിനിൽ നമ്മൾ കുരുമുളകാണോ നിങ്ങളുടെ നാട്ടിൽ? ബബിൾക്കൊന്നുമില്ലേ? സ്ട്രെസ് മാറാൻ നിങ്ങൾ തൊണ്ടയ്ക്കാണെങ്കിൽ പോടാ. അപ്പോൾ നമ്മളിത് തോറ്റാൽ നല്ല മാർജിന് റൺ റേറ്റ് കുറയാതെ തോറ്റാലും നമ്മൾ സെമി ഫൈനലാണ്. അപ്പോൾ ക്രിയേറ്റീവ് സ്ക്വാഡ് ഈ കളി നമ്മൾ ജയിച്ച് മുന്നേറുന്നു. നമ്മൾ ജേഴ്സിയുടെ പരിശീൽ കാണാം. അപ്പോൾ നമ്മൾ ബോൾ ചെയ്യാൻ പോയിട്ടില്ല. പൊതുവേ രണ്ടാമത്തെ കളി കളിക്കുമ്പോൾ ഊർജ്ജം കുറയുന്നതാണ് പതിവായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പാടില്ല. നമ്മൾ രാവിലെ കളിച്ച പോലെ കളിച്ചാൽ പോലും നമ്മൾ ജയിച്ചു പോകും. നമ്മൾ എറേഴ്സ് കൂടുതൽ വരുത്തി കഴിഞ്ഞാൽ അവർ ശരിക്കും എൻജോയ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമാണ്. അല്ലാണ്ട് അവർ കപ്പടിക്കാൻ വേണ്ടിയല്ല എല്ലാ ടീമും നിങ്ങളെ കളിക്കാൻ. അതിനകത്ത് ഇവൻ പറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലാക്ക് ജേഴ്സി അവരുടെ മെയിൻ ടീമിൽ കളിക്കുന്ന ആളാണ്. ഇപ്പോൾ രതീഷ് ചേട്ടൻ പുള്ളിയായിരിക്കും ഇറങ്ങാൻ ചിലപ്പോൾ പുള്ളി പാടി അങ്ങനെയുള്ള പ്ലേയേഴ്സാണ്. പക്ഷെ അങ്ങനെയുള്ള കുറേ പ്ലേയേഴ്സിനെ നമ്മൾ കഴിഞ്ഞ കളി കളിപ്പിച്ചത്. അപ്പം കളി ഫുള്ള് നിൽക്കുക, എറേഴ്സ് മാക്സിമം കുറയ്ക്കുക. നമ്മൾ സ്റ്റിക്ക് ടു ദ ബേസിക്സ് ആണ്. ഏറ്റവും നല്ല ആൾക്കാർ തന്നെ എറിഞ്ഞും ബാറ്റ് ചെയ്ത് പോയിട്ട് 2 കളിയും ജയിച്ചിട്ട് ഈ ടൂർണമെൻറ്റ് നമ്മൾ കപ്പടിക്കാനുള്ള പ്ലാനാണ്. മനസ്സിലായോ? അത് മനസ്സിൽ വെക്കുക. കളിക്കളത്തിന് പുറത്തുള്ള കോമഡീസ് അവിടെ നിൽക്കട്ടെ. ഇവിടെ വന്ന് സീരിയസ് ആയിട്ട് കളിക്കുക. ഇൻഡിവിജ്വൽ ഉത്തരവാദിത്വം എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മനസ്സിലായോ, നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് നോക്കുക കേട്ടോ. ഗബ്രി പറഞ്ഞേ. ഓക്കെടാ, നമ്മളിപ്പോൾ ഫസ്റ്റ് മാച്ച് അങ്ങനെ ഏത് ഇൻറ്റൻസിറ്റി കളിച്ചോ അതിനകത്തേക്ക് ഒരു 10% കൂടുതൽ കൊടുക്കാൻ നോക്കി മാച്ച്. അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ഫസ്റ്റ് മാച്ച് ഞാൻ പറഞ്ഞു വന്നപ്പോൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ ആ ടീമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴുള്ള ഒരു നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഒബ്സർവ് ചെയ്യുന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതായത് ടീമിൻ്റെ ഒരു ബോണ്ടും ആ ടീമിനെ അതിനകത്ത് ആ സാധനം മാക്സിമം ഇവിടെ അതുപോലെ തന്നെ എക്സിബിറ്റ് ചെയ്യാൻ നോക്കുക. അതിൽ ഫസ്റ്റ് മാച്ച് കൊടുത്തതിന് 10% എക്സ്ട്രാ ഇവിടെ എക്സിബിറ്റ് ചെയ്യാൻ നോക്കുക. ജയിക്കുക, നേരെ സെമി ഫൈനൽ വരാം. അത്രേ ഉള്ളൂ, വരുന്നില്ല. എല്ലാവരും കിഡിലായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബേസിക്സ് എന്താണ്, നിങ്ങളുടെ സ്ട്രോങ്സ് ആണ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുക. ക്രിയേറ്റീവ് സ്ക്വാഡ് എന്ന് പറഞ്ഞ ഒരു ടീം ഉണ്ടാക്കി ഇവിടെ ഹിസ്റ്ററി ഉണ്ടാക്കാൻ പോകട്ടെ. ഒരു നല്ല ക്രിക്കറ്റ് ടീമായിട്ട്, ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് ടീം പോലെ നമ്മൾ മാറാൻ പോകും കേട്ടോ. അതോർത്തോ. നല്ല വെയിലുണ്ട്. പുറത്തിരിക്കണവരാണെങ്കിൽ ഫീൽഡിൽ പുറത്ത് വന്ന് നിൽക്കുമ്പോഴൊക്കെ ഡീപ്പിലേക്ക് വന്ന് വെള്ളം കൊടുക്കും. മുമ്പ് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യുക. സബ് മാറേണ്ട സമയത്ത് പെട്ടെന്ന് വിളിക്കുമ്പോൾ അയ്യൂബും ജോമോനും ഒക്കെ ഒന്ന് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. യാതിലും ഫീൽഡ് ചെയ്യാൻ ആഗ്രഹമില്ലേ? വാ. ഓക്കെ, വാ. ഫ്രണ്ടിൽ അറിയാതെ ബോള് ഫ്രണ്ടിലാടാ ഹരി ബോള്.
എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാപ്പ് അടിച്ച് 2 വിജയങ്ങൾ കേട്ടോ. നമ്മള് എറണാകുളത്തുള്ളവർ മാത്രമല്ല, പലരും പല സാഹചര്യങ്ങളിൽ നിന്ന് കഷ്ടപ്പെട്ട് വന്ന് നമ്മൾ 2 കളി കളിച്ചു, 2 കളിയും ജയിച്ചു. ആദ്യമായിട്ടാണ് നമ്മൾ 2 കളി ഒരു ടൂർണമെന്റ് ജയിക്കുന്നത് അല്ലേ. ജയിക്കുന്നതിനകത്ത് എല്ലാവരും ഇൻഡിവിജ്വലി പുറത്തു നിന്നവരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മൾ നല്ല പെർഫോമൻസ്. ശാരിക്ക് വന്നിട്ട് നമുക്ക് നല്ല 2 ബാറ്റിങ്ങിനും ബോളിങ്ങിനും തുടങ്ങി. സച്ചുവിന്റെ കൺസിസ്റ്റന്റ് ആയ 2 ഹരിയുടെ ക്വാളിറ്റി വീണ്ടും 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 ബോളിങ്ങിൽ കാണിച്ചിരിക്കുന്നു. വിഷ്ണു മെന്റലിസ്റ്റ് അടിപൊളിയായിട്ട് കളിച്ചു. എല്ലാവരും ഇൻഡിവിജ്വലി ഷിയാസിന് ഓൾറെഡി വയ്യാണ്ടിരിക്കുക. ഇപ്പൊ അവൻ പാലയെന്ന് രാവിലെ വണ്ടി ഓടിച്ചു വന്നിട്ട് സ്റ്റേ ഒന്നും ചെയ്യാണ്ട് ഇവിടെ വന്ന് ഇപ്പൊ തന്നെ പനി വയ്യാണ്ടിരിക്കുക. എന്നിട്ടും അവൻ അത്രയും എഫേർട്ട് ഇട്ട് കളിക്കുന്നുണ്ടല്ലോ. അർജുനാണേലും ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന് 2 ദിവസമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് ഈ കളിക്കാൻ വേണ്ടിയൊക്കെ സാധിക്കുന്നത്. അപ്പൊ എല്ലാവരും ആരെയും മൈൻഡ് ചെയ്യാതിരിക്കുന്നൊന്നുമില്ല കേട്ടോ. എല്ലാവരും കുറച്ച് സ്ട്രഗിളിൽ കൂടെ. ലീഷ് ആണേലും വയനാട്ടിൽ നിന്ന് വന്നിട്ടാണ് കളിക്കാൻ നിൽക്കണേ. അതുകൊണ്ട് എനിക്ക് ആ എറിയുമ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പേടിയാണ്. ലാൻഡ് ചെയ്യണം, അതാണ് നമ്മളെ നോർമൽ എറിയാൻ പറ്റാതിരിക്കും. ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന ഫിനാൻഷ്യലി ഒന്നും എല്ലാവരും ബെറ്റർ ഒന്നും അല്ലല്ലോ. എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ട് ഈ 2000-2500 രൂപ ഒക്കെ ഇട്ട് പിരിച്ച് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഇപ്പം ഇവർക്കൊക്കെ എനിക്കൊന്നും ഒരു 4000-5000 രൂപ ചിലവുണ്ട്. എന്നിട്ടും അത്ര നമ്മൾ നന്നായിട്ട് കളിച്ച റിസൾട്ട് വന്നല്ലോ. ഇതുവരെ നമുക്ക് ആ റിസൾട്ടിലേക്കുള്ള വരവ് കുറച്ച് ദൂരമായിരുന്നു. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചു. അപ്പോൾ നമുക്ക് മറ്റന്നാൾ കളിക്കുന്ന കളിയും നമുക്ക് കപ്പടിക്കാനുള്ള ടീം ഉണ്ടെന്ന് എല്ലാവർക്കും ഉറപ്പല്ലേ. അപ്പോൾ ഇതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചാൽ മതി. അപ്പോൾ അടിപൊളി. അമീറും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ആരെയും പറയേണ്ട കാര്യമില്ലോ. 2 കളി നമ്മൾ ഡോമിനേറ്റ് തന്നെ ജയിച്ചത്. ഫസ്റ്റ് കളി 50+ ജയിച്ച. സെക്കൻഡ് കളി നമുക്ക് 3 ഓവർ നേരത്തെ വേണേ ഫിനിഷ് ചെയ്യായിരുന്നു. മനസ്സിലായോ? നമുക്ക് 2-3 ഓവർ മുമ്പേ ഫിനിഷ് ചെയ്യായിരുന്നു. യാദിലിന്റെ പ്ലാൻ ആയിരുന്നു കേട്ടോ. അങ്ങോട്ട് തിരിച്ചു പോയി ഇരിക്കുമ്പോൾ യാദിലിന് അറിയാം അവിടെ ചെല്ലുമ്പോൾ സച്ചു ഔട്ട് ആകുമെന്ന്. എനിവേ സച്ചുവിന്റെ ലാസ്റ്റ് 6 ഒക്കെ കിട്ടുന്നത്. ഈ കളി ഫുള്ള് നീ കണ്ടല്ലേ? എന്തൊക്കെയാണ് പോസിറ്റീവ്സ്? നമുക്ക് ഫൈനലിലേക്ക് എന്തൊക്കെയാണ്? നമ്മള് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നു കുറച്ച് എനർജി ലെവല് ന്യൂ ബോളിൽ കുറച്ച് പിഴവുകൾ വന്നു 2 കളിയിൽ. നമ്മള് എന്താണെന്നറിയോ, നമ്മൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഓണം. മനസ്സിലായോ? നമ്മള് കുറച്ച് ആരെയും ഡൗൺ ആകുമ്പോഴാണ് നമ്മൾ ഡൗൺ ആയി പോണേ. പക്ഷെ അത് നേരെ തിരിച്ചാ വരണ്ടേ. നമ്മൾ കുറച്ച് ആരെങ്കിലും നമ്മുടെ ബോളേഴ്സോ അല്ലെങ്കിൽ ബാറ്റ്സ്മാനോ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സപ്പോർട്ട് വേണ്ടത്. അല്ലാണ്ട് നമ്മൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോഴും കൈ അടിച്ചുകൊണ്ടിരുന്നത് അത് നോർമലി എല്ലാവരുടെയും നാച്ചുറൽ വരുന്ന സാധനമാണ്. പക്ഷേ അവിടെ നിന്ന് ഒരു ടീം എക്സെപ്ഷണലാണ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡൗൺ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളെങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്നതിലാണ് നമുക്ക് കയറി വരുന്നത്. ഈ മൊമെൻറ്റം ഷിഫ്റ്റിംഗ് എന്ന് പറയും ക്രിക്കറ്റിൽ. അത് നമ്മളിപ്പോൾ നമ്മുടെ ബാറ്റ്സ്മാനോ അല്ലെങ്കിൽ ബോളർക്ക് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള ടീമിലുള്ള ആൾക്കാരാണ് നമ്മൾ അത് പുഷ് ചെയ്ത് ആ സാധനം നമുക്ക് ആ മൊമെൻറ്റം നമ്മളോട് തിരിച്ചു കൊണ്ടുവരേണ്ടത്. ആ സാധനം മാത്രമേ ഉള്ളൂ. ബാക്കി സ്കിൽ വൈസ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് എല്ലാം ചെയ്യേണ്ടതായിരുന്നു. രണ്ടാമത്തെ മാച്ച് കാരണം ഞാൻ അയ്യൂബെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. കവർ ചെയ്യുന്ന മിഡ് വിക്കറ്റിലോട്ട് മാറ്റിയാലോ എന്ന് ആലോചിച്ചു. മിഡ് വിക്കറ്റിലാണ് ക്യാച്ച് വരാനുള്ള ചാൻസ്. പക്ഷെ അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തോണ്ട് you deserve it. More than Yadil. 9:30 വന്നോ ഞാൻ പറഞ്ഞില്ല. കാരണം നമ്മൾ മുമ്പുള്ള കളികളിലൊക്കെ പലപ്പോഴും 3 പേര് വരുന്നു 4 പേര് വരുന്നു ഒക്കെയായിരുന്നു. ഇന്നാണ് പ്രോപ്പർ ആയിട്ട് വന്നത്. അതിന്റെ ഒരു ഔട്ട്പുട്ട് ഒരു ഫ്രഷ് ഫീൽ വന്നു. ബാറ്റിങ്ങിൽ ഇപ്പൊ താഴോട്ട് കളി വരാത്തതുകൊണ്ടാട്ടോ. താഴോട്ട് കളി വരുമ്പോ ഈ കളി നല്ലപോലെ കളിക്കണം. മുന്നേ 2-3 വിക്കറ്റ്. ഇപ്പൊ ഷാരിക്കും സച്ചു എല്ലാ കളിയും കളിച്ചില്ലെങ്കിൽ ബാക്കിലുള്ളവർ ഷിയാസിനൊക്കെ നല്ല റോളുണ്ട്, അത് ചെയ്യണം. ഗൈസ് ഫൈനലി 2 മാച്ച് നമ്മൾ ജയിച്ചിരിക്കുകയാണ്. നമ്മൾ സെമി ഫൈനലിലോട്ട് ക്വാളിഫൈ ആയിരിക്കുകയാണ്. എന്നും തോറ്റ് എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ അവസാനം നമ്മൾ വിജയിച്ചിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കുറേ നാൾക്ക് ശേഷം 2 വിജയത്തിൻ്റെ കഥകൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. നിങ്ങൾ കണ്ടതാണ്. എനിക്ക് ഈ കളി മാൻ ഓഫ് ദി മാച്ച് കിട്ടി. കളി കുറച്ചുകൂടിയൊക്കെ ഇമ്പ്രൂവ് ആയെന്ന് എനിക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നുകയാണ്. എന്തായാലും സന്തോഷം. ട്രിവാൻഡ്രത്ത് കൊച്ചിയാരോദ്യത്തെ നല്ലപോലെ കളിക്കാൻ പറ്റി. ഇനി സെമി ഫൈനലാണ്. കപ്പും കൂടി അടിച്ചാൽ ഉഷാറ്. അപ്പോൾ ഇനി നാളെ ഇല്ല, മറ്റന്നാണ് ഇനി നമ്മുടെ സെമി ഫൈനൽ വരുന്നത്. കപ്പടിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ഇറങ്ങുകയാണ്. എന്തായാലും അപ്പോൾ അടുത്ത സെമി ഫൈനൽ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്, ലവ് യു.